കേന്ദ്ര സർക്കാരിനെയും തമിഴ്നാട് സർക്കാരിനെയും വിമർശിച്ച് നടനും തമിഴക വെற்றிക്കഴകം പ്രസിഡന്റുമായിട്ട് വീണ്ടും വിജയ് രംഗത്തെത്തുകയാണ്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ സംരക്ഷണമോ നൽകാത്ത സർക്കാരിന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം തിരിച്ചടി നൽകുമെന്ന് നടനും തമിഴക വെற்றிക്കഴകം പ്രസിഡന്റുമായിട്ടുള്ള വിജയ് പറയുകയാണ്. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ വിജയ് തന്റെ പണികൾ തുടങ്ങിയിരിക്കുന്നു. അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തുറന്നു പറച്ചിലായിട്ടൊക്കെ നടത്തുന്നത്. ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ 2026 സംസ്ഥാനത്ത് അധികാരത്തിലെത്തുമെന്നും വിജയ് പറയുന്നു. അതായത് തങ്ങളുടെ പാർട്ടി തമിഴക വെற்றிക്കഴകം ഈ ജനങ്ങളുടെ ഇടയിലേക്ക് അധികാരത്തിലെത്തും എന്നതാണ് വിജയ് പറയുന്നത്. ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ചുള്ള രചനകൾ സമാഹരിച്ച് VCK ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ആദവ് അർജുന തയ്യാറാക്കിയ എല്ലാവർക്കും തലൈവൻ അംബേദ്കർ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു വിജയുടെ ഈ ഒരു പ്രതികരണം നടന്നത്. 2026 എന്ന് പറയുന്നത് വിജയെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന വർഷമായിരിക്കും. കാരണം അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം രീതിയിൽ കാര്യങ്ങൾ ചെയ്യാവോ അതൊക്കെ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി അല്ലെങ്കിൽ ജനങ്ങളെ ഒന്നിച്ചാക്കിക്കൊണ്ട് തങ്ങളുടെ പാർട്ടി അവിടെ വലിയ രീതിയിലുള്ള അധികാരത്തിലെത്തിക്കാൻ വേണ്ടി വിജയ് ഏതൊരറ്റം വരെയും പോകും. അതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ വിജയ് തുടങ്ങിയിട്ടുണ്ട്. രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന മണിപ്പൂർ വിഷയം കേന്ദ്ര സർക്കാർ അറിഞ്ഞ മട്ടേയില്ല എന്ന് പറഞ്ഞാണ് കേന്ദ്ര സർക്കാരിന് ഒരു താക്കീതും വിജയ് കൊടുക്കുന്നത്. ശരിയാണ്, ഈ കാര്യങ്ങൾ BJPയെയും ഈ MK സ്റ്റാലിനെയും കൂടി കോർത്തിണക്കിക്കൊണ്ടാണ് വിജയ് പല പരാമർശങ്ങളും നടത്തുന്നത്. അതേസമയം തന്നെ ശുദ്ധജലത്തിൽ മനുഷ്യ വിസർജ്യം കലർന്ന വേങ്കവയിൽ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് വിജയ് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇതൊക്കെയാണ് വിജയുടെ ആയുധമായിട്ട് മാറുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴുന്ന ഏതൊരു വീഴ്ചയും അല്ലെങ്കിൽ നടപടിക്രമവും ആയുധമാക്കിക്കൊണ്ടാണ് 2026 വിജയ് ഓടുന്നത്. ഈ സ്വാതന്ത്ര്യവും നീതിപൂർണവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ല്. അംബേദ്കർ ജന്മദിനം രാജ്യം ജനാധിപത്യ അവകാശ ദിനമായി ആചരിക്കുമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇനി കൂട്ടുകക്ഷി സർക്കാരിന്റെ സമ്മർദ്ദം മൂലം അംബേദ്കറുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പോലും പിന്മാറിയ VCK നേതാവ് തിരുമണവാളന്റെ മനസ്സ് നമ്മോടൊപ്പം ഉണ്ടാകുമെന്നും വിജയ് പറഞ്ഞിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ആദ്യം അറിയിച്ചിരുന്ന തിരുമണവാളൻ സഖ്യത്തിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്ന് പിന്മാറിയെന്നാണ് വിവരമുള്ളത്. ഒരു മുതിർന്ന സഖ്യ പങ്കാളിയുടെ നിർബന്ധം മൂലം VCK പ്രസിഡന്റ് തോൽ തിരുമണവാളിന് പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വിജയ് പറഞ്ഞു. സഖ്യകക്ഷി സർക്കാരിന്റെ സമ്മർദ്ദം മൂലം അംബേദ്കറുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പോലും പിന്മാറിയ തിരുമണവാളിന്റെ മനസ്സ് നമ്മോടൊപ്പം ഉണ്ട് എന്ന് വിജയ് പറയുകയുണ്ടായി. ആദ്യം MK സ്റ്റാലിൻ ആയിരുന്നു പുസ്തകത്തിന്റെ പ്രകാശനത്തിന് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് സ്റ്റാലിന് പകരം വിജയായി. ഒക്ടോബറിൽ വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വിജയ്ക്കൊപ്പം വേദി പങ്കിടാൻ തിരുമണവാളൻ സമ്മതിച്ചിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം മാറി. പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും നിലനിൽപ്പിനായിട്ട് രാഷ്ട്രീയ സഖ്യത്തെ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്നവരെ താൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്: നിങ്ങളുടെ നിരാശാജനകമായിട്ടുള്ള സഖ്യത്തിന്റെ കണക്കുകൂട്ടലുകൾ 2026 ജനങ്ങൾ തന്നെ നശിപ്പിക്കുമെന്നാണ് വിജയ് പറഞ്ഞിട്ടുള്ളത്. ഇനി വിരമിച്ച മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് K ചന്ദ്രു ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ അംബേദ്കറെ കുറിച്ചുള്ള പുസ്തകത്തിന്റെ ആദ്യ പ്രതി അദ്ദേഹത്തിന്റെ ചെറുമകൻ ആനന്ദ് തെൽതുംബെഡെ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. ഈ ഒരു വേളയിലാണ് വിജയ് തൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ വീണ്ടും എടുത്തു പറയുന്നത്. അതായത് 2026 തന്നെയാണ് എല്ലാ പ്രസംഗത്തിലും വിജയ് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ 2026 എത്രത്തോളം പ്രാധാന്യമാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാരണം അന്നാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് MK സ്റ്റാലിനും BJPക്കും മറ്റു പാർട്ടികൾക്കും എല്ലാവർക്കും തന്നെ ഏറെക്കുറെ വലിയ രീതിയിലുള്ള നീക്കുപോക്കലുകൾ നടത്താനുള്ള പ്ലാനുകൾ ഉണ്ട് എങ്കിൽ തന്നെയും തമിഴ് രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ 2026 വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാണാൻ കഴിയും. അത് വിജയ്ക്ക് തന്നെയായിരിക്കും. ആ ഒരു മുന്നേറ്റം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് വിജയ് തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഓടുന്നത്.